ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ CBI അന്വേഷണ ആവശ്യത്തിൽ ഹർജിക്കാരോട് വീണ്ടും ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഏതു കേസിലാണ് CBI മികച്ച അന്വേഷണം നടത്തിയത് എന്നും അടുത്ത കാലത്തുള്ള 5 കേസിന്റെ നമ്പർ പറയാമോ എന്നും ചോദ്യം. നിയമത്തെക്കുറിച്ച് വ്യവസ്ഥകളുണ്ടെന്നും തിരുവിതാംകൂർ കൊച്ചി മതസ്ഥാപന നിയമം എന്നൊരു നിയമമുണ്ടെന്നും ഹർജിക്കാരെ പരിഹസിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പറഞ്ഞു. അതേസമയം 4 ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഹർജിക്കാരന് 40,000 രൂപയും കോടതി പിഴയിട്ടു. സായ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, ഇതിപ്പോ നോക്കൂ, ഈ ഒരു ദേശീയ അന്വേഷണ ഏജൻസി ഇതിൽ അന്വേഷണം നടത്തണമെന്നുള്ളത് സംസ്ഥാനത്തെ വിവിധ സംഘടനകളുടെ, രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ ആവശ്യമാണ്. അത് കോടതിയിലേക്ക് ചില പൊതുതാൽപര്യ ഹർജിയായി എത്തുന്ന സമയത്ത് കോടതി ചോദിക്കുകയാണ്, ഈ നാട്ടിലെ CBI അന്വേഷിച്ച് നന്നായി നടത്തിയ ഒരു കേസ് പറയൂ എന്ന് ഒരു നിയമ സംവിധാനം ചോദിക്കുന്നതിൽ കൗതുകമുണ്ട്. പിഴയിടാനുള്ള സാഹചര്യം എന്താണ്? തീർച്ചയായും അതോ ആ കൗതുകവും ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ നിരന്തരം പറയുന്ന ഒരു വിമർശനം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നാണ് കൗതുകമുള്ള കാര്യം. ഏത് കേസിലാണ് CBI മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത് എന്നാണ് കോടതി ചോദിച്ചത്. അടുത്ത കാലത്തുള്ള 5 കേസിന്റെ നമ്പർ പറയാമോ എന്നുകൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശമുണ്ടായി. ഇതിലിപ്പോൾ ഹർജിക്കാരോട് എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നുകൂടി കോടതി ചോദിക്കുന്നുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ, തന്ത്രിസഭ ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിൽ ഹർജിയുമായി പോയത്. ആ ഹർജിക്കാരോടാണ് കോടതി ഇപ്പോൾ ഒരു പരിഹാസ രൂപേണയുള്ള ഈ ഒരു ചോദ്യം ചോദിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്? ഈ അടുത്ത കാലത്ത് CBI അന്വേഷിച്ച് തെളിയിച്ച കേസുകൾ ഏതൊക്കെയാണ് എന്ന് പറയാമോ എന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചോദിച്ചത്. ഇതിൽ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം ലഭിച്ച ശേഷം വാദം കേൾക്കാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതായത് CBI അന്വേഷണം വരുന്നതിനോട് കോടതിക്ക് കൂടി താല്പര്യമില്ല എന്ന് വേണം പ്രാഥമികമായുള്ള ഈ ഒരു പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതോടൊപ്പം MR അജയൻ 40 രൂപ പിഴയടക്കണം എന്നുകൂടി കോടതി ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 ഹർജികളിലെ അവധിക്കാല ബെഞ്ച് അടിയന്തരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടതിനാണ് ഈ പിഴ ചുമത്തിയത്. ഈ പിഴ ചുമത്തിയ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന ആവശ്യം കൂടി ഇന്ന് MR അജയൻ തള്ളിയിട്ടുണ്ട്. മാധവ്. ശരി, സായ്കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോയ പരാതിക്കാർക്ക് കണക്കിന് കിട്ടി എന്നുള്ളത് മാത്രമാണ് പറയാൻ കഴിയുന്നത്. മാത്രമല്ല 40,000 രൂപ പിഴ കൂടി